പണ്ടെങ്ങാനും നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതിമാർ നൂറുണ്ടാർന്നേ. അപ്പോൾ ഫ്രണ്ട്സ്, ഏവർക്കും ഫുഡ് ഫോർ പീപ്പിളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കാടാമുട്ടിയാണ്. അപ്പോൾ നമ്മൾ കാടാമുട്ട കൊണ്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഈ കറി നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടുണ്ട് വേവിക്കാൻ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ മുട്ട നമ്മൾ വേവിക്കുമ്പോൾ പൊട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തിളച്ച് വെന്ത മുട്ട നമുക്ക് എടുത്തിട്ട് ഒരു കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട് മുട്ട. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് തണുക്കാൻ വേണ്ടി വെക്കാം മുട്ട. അപ്പോൾ തണുത്ത് തന്നെ നമുക്ക് തോലൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടാ. നമുക്കിത് തൊളിക്കാം. പണിയാണ്. വെച്ചിട്ട് കറിയൊന്ന് തയ്യാറാക്കാം. ഓയിൽ ഒഴിച്ചിടാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, കുറച്ച് ബേ ലീവ്സ്, പിന്നെ ഏലക്കായ, ഇതൊക്കെ ഒന്ന് ഇതിലിടാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായി വണക്കിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വണങ്ങാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കട്ട് ചെയ്ത മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്താൽ ചില്ലുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യം. ഇനി അതിലേക്ക് അതേപോലെ തന്നെ നമുക്ക് മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി, നമ്മൾ അരച്ചെടുത്ത കുരുമുളക് പൊടിയാണ്, അതുകൊണ്ട് കുറച്ച് കമ്മിയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എഗ് മസാലയും ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് എഗ് മസാല നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വിടാം. കുറച്ച് സമാധാനമായി. അപ്പോൾ മസാലയുടെയൊക്കെ ഒരു പച്ച മണം പോയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇതൊക്കെ ഒന്ന് തിള വന്നിട്ട് നമുക്കിതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്യാതെ വെക്കാം. തിള വരുന്ന പോലെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ തിള വന്നിട്ടുണ്ട്. തിള അടിപൊളി. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും കുറവുണ്ടോ നോക്കാം. അല്ലേ ശരി, നോക്ക് എന്താണ് പറയാം. ഒരല്പം ഉപ്പൊന്ന് കുറവുണ്ട്. വിട്ട് കളയണം. അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ. ഉപ്പ് തന്നെ വേണ്ട. നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നാൽ വിട്ട് കളയണ്ട. ഉപ്പ് നമ്മൾ വിട്ട് കളയാൻ പറ്റില്ല അങ്ങനെ ഉപ്പ്. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അപ്പോഴേ എടുത്ത് വെച്ച വേവിച്ച മുട്ട ഇടാം.
മല്ലിത്തഴ നമുക്ക് ഇതിൽ കുറച്ചിടാം. ഇനി നമുക്ക് അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടെ കുറച്ച് ഇതിലിടാം. ഇനി മല്ലിത്തഴ കറിവേപ്പിൻ്റെ ഒരു മണമൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ച് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാടാമുട്ട കറി റെഡിയായി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ടൊമാറ്റോ സോസ്. അപ്പോൾ കറിയിൽ നിന്ന് ഒരു അടിപൊളി സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സോസിൻ്റെയൊക്കെ ഒഴിച്ചപ്പോൾ. എന്താ സ്മെല്ല്, അടിപൊളിയായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചട്ടിയൊക്കെ ഇറക്കി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുട്ട മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിവിടെ പാലക്കാടൻ മട്ടയരി ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചോറിൽ മുട്ട കറി ഒഴിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കറി കൊണ്ടുവരാം. ശരിയല്ലേ? ഹലോ ഗായ്സ്, കറി റെഡി. കറി എത്തി അടുത്ത് വെച്ചോ. അപ്പോൾ നമുക്ക് ഇതിൽ കറി എടുത്ത് വയ്ക്കാം. ഉണ്ടല്ലേ? നമുക്ക് എല്ലാം ഇവിടെ എടുത്ത് വെക്കാം. ഒന്ന് കുഴച്ച് കണ്ട് ഒരു കഴിക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാം നമുക്ക്. നല്ല അപ്പോൾ ചട്ടി മാറ്റേ, എനിക്കും ടേസ്റ്റ് ചെയ്യണം. നല്ല ചൂടുണ്ടല്ലേ? ഓ എൻ്റെ മോനസ് ചൂട്. ആഹാ, അടിപൊളി. ശരിയല്ലേ? എന്താ പറയാനുള്ള എനിക്ക്? പാലക്കാടൻ മട്ടരിയും കാടാമുട്ടയും. ആഹാ, അന്തസ് അല്ലേ? പൊളി. ഉച്ചയ്ക്ക് ചോറ് വെച്ചില്ല. അപ്പോൾ നമ്മളിതാണ് നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുവരെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു വ്യത്യസ്തമായ വീഡിയോയുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നിങ്ങളെ ശരി എന്നാ.